ഹലോ ഗൈസ്, ജീവിതത്തിൽ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ സംഭവേ ഇല്ലാത്ത ഒരു പെൺകുട്ടി. അവളുടെ മുന്നിൽ കൂടെ ആര് പോയിട്ടുണ്ടെങ്കിലും അവരുടെ കഷ്ടകാലാണ്. അവർ വിചാരിച്ച കാര്യം നടക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ആപത്തും പറ്റും. അങ്ങനെ ഇരിക്കല് നാട്ടിൽ വന്ന 50 വയസ്സായ ഒരാളുമായിട്ട്, അതായത് 25 വയസ്സുള്ള ഈ ഒരു പെൺകുട്ടി 50 വയസ്സുള്ള ഒരാളോട് പ്രണയം തോന്നാണ്. പക്ഷെ ആക്ച്വലി അവൾക്ക് വേറൊരു ലവറും കൂടി ഉണ്ടാകും. ഇങ്ങനെ കേട്ട് ഈ ഒരു കഥയെ നിങ്ങൾ വിലയിരുത്തണ്ട. നമുക്ക് എന്തായാലും ഈ ഒരു മൂവിയുടെ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ഈ മൂവിയുടെ നെയിം ഗുഡ് ലക്ക് സഖി എന്നാണ്. മൂവിയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള സഖിയെ. അവളെ കാണാനായിട്ട് ഇന്നേ വരെ 8 പയ്യന്മാരോളം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർക്കും തന്നെ അവളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം കാണാനായിട്ട് വരുന്ന ആ ഒരു വഴിക്ക് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് പറ്റും. കാലും കയ്യോ ഒക്കെ ഒടിഞ്ഞിട്ട് അവരെ ആംബുലൻസിലാണ് അവിടെ നിന്ന് കൊണ്ടുപോകാറ്. അതുകൊണ്ട് തന്നെ ഈ സഖിയോട് ആ പയ്യന്റെ അച്ഛനും അമ്മയും വന്നിട്ട് നാട്ടുകാർ പറയുന്ന വെറുതെ അല്ല, നീ ശരിക്കും ബാഡ് ലക്ക് സഖി തന്നെയാണെന്നും പറഞ്ഞു പോകാണ്. അവൾക്ക് 25 വയസ്സായതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അവളുടെ വീട്ടുകാരെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഈ ഒരു ബാഡ് ലക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോ സഖിയുടെ കല്യാണം പോലും നടക്കാതെ നാട്ടുകാരെല്ലാവരും അവളൊരു ബാഡ് ലക്ക് ആണെന്നും പറഞ്ഞ് നടക്കാണ്. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യത്തിന് പോയാല് വല്ല കറുത്ത പൂച്ചൊക്കെ വട്ടം ചാടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാർ പറയുമല്ലോ, ഇന്ന് എന്തായാലും പോയിട്ട് കാര്യമില്ല, പൂച്ച വട്ടം ചാടി കാര്യമൊന്നും നടക്കൂലെന്ന്. അതുപോലെയാണ് സഖിയെ കണ്ടിട്ട് ഒരാള് എന്ത് കാര്യത്തിന് പോയാലും 100% ഉറപ്പാണ് അത് നടക്കൂലെന്ന്. എത്രയൊക്കെ ഗ്രാമത്തിലെ ആൾക്കാര് അവളെ മാറ്റി നിർത്തിയാലും അതൊന്നും അവൾക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ഗ്രാമത്തിലെ ജോലിയായി ചുറ്റി കോൺഫിഡൻസോടുകൂടിയാണ് അവള് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ഗ്രാമത്തിലേക്ക് ഒരു റിട്ടയർ കേണൽ വരുന്നത്. ഇപ്പൊ ഗ്രാമത്തിലുള്ള ഒരു പൈസക്കാരനാണ് ആർമിക്കാരന് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. ആ കേണലിന്റെ കയ്യിൽ ഒരു കറുത്ത ബാഗ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ബാഗ് മാത്രം ആരെ കൊണ്ടോ അയാൾ തൊടിയിക്കുന്നില്ല. ആ ബാഗ് മാത്രം അയാൾ സേഫ് ആയിട്ട് കൊണ്ടുവെക്കാണ്. ഇതെല്ലാം ഒരു പൈസക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ബാഗിൽ എന്തായിരിക്കുന്നു അയാൾക്ക് ഡൗട്ട് വരുന്നുണ്ട്. പോരാത്തതിന് ഈ തീവ്രവാദികളുടെ കാര്യങ്ങളൊക്കെ ഫോണിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടും വല്ലാത്ത ഡൗട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പൈസക്കാരന്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ആണെന്ന് വെച്ചാൽ ഈ കാനൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കി ആ ഒരു പൈസക്കാരനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അയാൾ താമസിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഒരു ടെന്റ് പോലെ എന്തോ അടിക്കുന്നുണ്ട്. അത് മാത്രമല്ല ആ ഒരു സ്ഥലമൊക്കെ അളവെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പൈസക്കാരനെ വിളിച്ച് അസിസ്റ്റന്റ് അറിയിക്കുന്നുണ്ട്. അങ്ങനെ അസിസ്റ്റന്റ് ആ ഒരു പൈസക്കാരനും കൂടി കെനല് വീട്ടിലില്ലാത്ത ദിവസം നോക്കിയിട്ട് ആ ഒരു കറുത്ത ബാഗിൽ എന്താന്ന് നോക്കാണ്. അതില് ഒരു ഗണ്ണായിരുന്നു. അത് കണ്ട അവര് പേടിച്ചു പോകുന്നുണ്ട്. ഇവൻ ഒരു തീവ്രവാദി തന്നെയാണെന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവരങ്ങനെ ആ ഒരു ഗണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കെനല് വീടിനുള്ളിലേക്ക് വരാണ്. കെനലെ കണ്ട അവരും പേടിച്ചു പോകുന്നുണ്ട്. ആ തോക്ക് ചൂണ്ടിക്കൊണ്ട് പൈസക്കാരൻ പറയാണ്, മര്യാദക്ക് ഞങ്ങളെ വെറുതെ വിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നാ കെനല് പറയുന്നുണ്ട്, ആ ഒരു തോക്കിൽ ഉണ്ടില്ല, ഉണ്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ, അല്ലാണ്ട് വെടി പൊട്ടൊന്നും ഇല്ലാന്ന്. നിങ്ങൾ ആ തോക്ക് താഴെ വെച്ചിട്ട് എന്റെ കൂടെ വരാന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കെനല് പറയാണ്, അയാൾ ഇപ്പൊ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നത് ഗ്രാമത്തില് നന്നായി ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ ലെവല് അങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാനാണ്. അയാളുടെ ഗ്രാമം തന്നെയായിരുന്നു ഇത്. ഈ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാര് നല്ല ലെവലിൽ എത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പൊ കെനല് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരെ രാവിലെ തന്നെ ഇവിടേക്ക് എത്തണമെന്നും കെനല് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള സഖിയാണ് കാണിക്കുന്നത്. അവൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്ന സൂര്യ എന്ന് പറഞ്ഞ ഒരു പയ്യൻ എപ്പോൾ അവളോട് ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവളോട് നമുക്ക് പുറത്തു പോകാമെന്നും രാത്രി എന്റെ കൂടെ വരുമെന്നും അങ്ങനത്തെ രീതിയിലുള്ള സംസാരം. ആക്ച്വലി അവന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവൻ ആ ഒരു പണിക്ക് നിൽക്കുന്നത്. അന്ന് രാത്രി സഖിയും അവളുടെ ഫ്രണ്ട്സും കൂടി അവിടെ ഒരു നാടകം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് കാണാനായിട്ട് പോകുന്നുണ്ട്. ആ നാടകത്തില് അഭിനയിക്കുന്നവരുടെ കൂട്ടത്തില് മെയിൻ റോള് ചെയ്യുന്ന ആളെ കണ്ടതും അയാൾ ഒരു ഡയലോഗ് പറയുന്നത് കേട്ട സഖിക്ക് മനസ്സിലാവുന്നുണ്ട്, ചെറുപ്പത്തില് തന്റെ കൂടെ കളിച്ചു വളർന്ന ഗോളി രാജു ആണ് അതെന്ന്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഗോളി രാജു. ആ ഒരു സന്തോഷം സഹിക്കാൻ പറ്റാതെ സഖി എല്ലാവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, എടാ ഗോളി രാജു, നീ ചെറുപ്പത്തിൽ എന്റെ ഒപ്പം കളിച്ചോണ്ടിരുന്നതല്ലേ, നീ ഇപ്പൊ അഭിനയിക്കാനൊക്കെ പഠിച്ചോ, നീ ഇത്രയും വലിയ ആളായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് രാജുവിന് ഭയങ്കര അപമാനമാവാണ്. അവനക്ക് ഭയങ്കര നാണക്കേടാവുന്നുണ്ട്. കാരണം അവന്റെ പേര് എന്തെങ്ങാണ്ട് ഒരു ഹൈ ലെവലിലേക്കൊക്കെ മാറ്റിയിട്ട് രാജു എന്നുള്ള പേര് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇവളിപ്പോ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഗോലി രാജു എന്ന് വിളിച്ചോണ്ട് തന്നെ അവന്റെ പേര് എല്ലാവരും അറിയാണ് ഉണ്ടായത്. ഈ ഒരു വിഷമത്തില് പകുതിക്ക് വെച്ച് ആ ഒരു നാടകം നിർത്തിവെക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ സഖി അവന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവൻ അവളെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തിനാ അവൾക്ക് കേറി വന്നേന്നൊക്കെ ചോദിച്ചു. എന്റെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടെങ്കിലും ഇതൊന്നും സഖി കാര്യാക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ തന്റെ സുഹൃത്തിനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു അവള്. ചെറുപ്പത്തിലുണ്ടല്ലോ ഇവര് രണ്ടുപേരും ഒന്നിച്ചാണ് ഗോളി കളിക്കാറുള്ളത്. ഈ ഗോളി രാജുവിനുണ്ടല്ലോ ശരിക്കും ഗോളി കളിക്കാറൊന്നും അറിയില്ലായിരുന്നു. എല്ലാ
കളിയിലും അവനാണ് തോറ്റുപോകാറ്. അങ്ങനെ തോറ്റ് അവസാനമായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അവിടേക്ക് സഖി വരാം. സഖി വന്നതും ഇവൻ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് അഭിനയിക്കാനായിട്ട് തുടങ്ങും. അയ്യോ പാവം പെൺകുട്ടിയിലെ, അവൾക്ക് ഒരു കളി കൊടുക്കാലേ എന്നും പറഞ്ഞ് കൂട്ടുകാരെ സോപ്പിട്ടിട്ട് അവൻ ഒരു കളി സഖിയെ ഏൽപ്പിക്കും. സഖിക്കാണെങ്കിൽ ഭയങ്കര ഉന്നാണ്. അവളെ എല്ലാ ഗോളിയും അടിച്ചിട്ട് അവർ ആ കളിയിൽ ജയിക്കും. അങ്ങനെ കീസം മൊത്തം ഗോലി നിറച്ചിട്ടാണ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാറ്. എന്നിട്ട് ഈ കിട്ടിയ ഗോലിയൊക്കെ അവരൊരു കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ഒരാളുടെ അടുത്ത് ചെന്ന് മിഠായി വാങ്ങും. ഇത് ഇവർ സ്ഥിരം ചെയ്യാറുള്ള പരിപാടിയായിരുന്നു. ഗോലി രാജുവിന് ലക്കി ആയിട്ട് 3 ഗോളീസ് ഉണ്ടായിരുന്നു. ആ ഒരു ഗോളി സഖി വന്നാൽ മാത്രമേ അവൻ കളിക്കാൻ ഉപയോഗിക്കുള്ളായിരുന്നു. അത്രത്തോളം അവനക്ക് അവളെ ഭയങ്കര വിശ്വാസമായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് രാജു അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഗ്രാമം വിട്ട് വേറൊരു ഗ്രാമത്തിലേക്ക് പോവാണ്. ആ സമയത്ത് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ലക്കി ഗോളി ഉണ്ടല്ലോ, അതെടുത്തിട്ട് സഖിയെ അവനെ ഏൽപ്പിക്കുന്നുണ്ട്. ഗ്രാമത്തിലെ എല്ലാവരും അവളെ ബാഡ് ലക്ക് സഖി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഗോളി അവളുടെ ലക്കി ഗോളിയാണെന്നുള്ള ഒരു സംതൃപ്തി ആയിരുന്നു അവൾക്ക്. ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പോ രാജു സഖിയോട് നന്നായി തന്നെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം അവൻ അവളെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അവര് സംസാരിക്കുകയാണ്. ചെറുപ്പത്തില് നടന്ന കാര്യങ്ങളൊക്കെ അവര് തമ്മി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവര് ചെറുപ്പത്തിൽ വാങ്ങി കഴിക്കാറുള്ള ആ ഒരു മിഠായി വാങ്ങി കഴിക്കുന്നുണ്ട്. ഇന്നലെ അവൻ ചീത്ത പറഞ്ഞതിന് അവളോട് സോറി ചോദിക്കാണ്. ആ ഒരു നാടകം കൊളായ ദേഷ്യത്തിലായിരുന്നു അവൻ ചീത്ത പറഞ്ഞത്. ഈ ചെറുപ്പത്തിൽ എനിക്ക് തന്ന ആ ഒരു ഗോളി ഇപ്പോൾ എന്റെ കയ്യിൽ ഉണ്ടെന്നും പറഞ്ഞ് സഖി ആ ഒരു ഗോളി എടുത്ത് രാജുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയം മുതലേ ഗോലി രാജുവിന് സഖിയോട് ഒരു ചെറിയ ക്രഷും വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കേണൽ പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം ആ ഗ്രാമത്തിലുള്ള ഒരുപാട് പേര് അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആരൊക്കെയാണ് നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്നതെന്ന് കേണൽ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു 3-4 പേര് അവൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ സെലക്ട് ചെയ്ത കൂട്ടത്തില് സൂര്യ ഉണ്ടായിരുന്നു. സൂര്യക്ക് എവിടെയോ മുന്നേ ഷൂട്ട് ചെയ്ത് പരിചയം ഉണ്ടായിരുന്നു അത്രേ. ഇപ്പൊ സഖിയെ കാണിക്കുന്നുണ്ട്. അവളുടെ ജോലി സ്ഥലത്ത് അവള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യ അവിടേക്ക് വന്നിട്ട് അവന്റെ സ്ഥിരം പല്ലവി തന്നെ ആവർത്തിക്കാണ്. അവളോട് മോശമായിട്ട് സംസാരിക്കുകയാണ്. അവിടേക്ക് ഇപ്പൊ രാജു വരുന്നുണ്ട്. സൂര്യൻ രാജുനും തമ്മിൽ ചെറിയൊരു വഴക്ക് ഉണ്ടാവുന്നുണ്ട്. അതിനിടയില് സഖിക്ക് ഗോളി അടിക്കാൻ മാത്രമേ അറിയുള്ളൂ, അല്ലാണ്ട് അവൾക്ക് ഷൂട്ട് ചെയ്യാനൊന്നും അറിയില്ലല്ലോ എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. അത് രാജുവിന്റെ ഈഗോനെ വല്ലാതെ ഹേർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവള് ഷൂട്ട് ചെയ്യുകയും ചെയ്യും, നിന്നെ വെട്ടിക്കുകയും ചെയ്യും എന്ന് അവര് ബെറ്റ് വെക്കുന്നുണ്ട്. അഥവാ സഖി അതിൽ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്റെ കൂടെ രാത്രി വരണമെന്ന് സൂര്യ പറയുന്നുണ്ട്. അതിനാണെങ്കിൽ രാജു സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടു നിന്നിരുന്ന സഖിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് ദേഷ്യത്തില് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞാണ് പോകുന്നത്. ഇപ്പൊ രാജു സഖിയുടെ അടുത്ത് ചെന്നിട്ട് അവൾ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാനായിട്ട് ചെക്കന്മാർ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നൊക്കെ പറഞ്ഞ് അവൾ എങ്ങനെയോ ഒക്കെ കൺവിൻസ് ചെയ്ത് ആ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇപ്പൊ ആൾക്കൂട്ടത്തിനിടയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് അവളും വന്നിരിക്കുകയാണ്. കേണലിനോട് രാജു ചോദിക്കുന്നുണ്ട്, അല്ല ഈ കളി ആണുങ്ങൾക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ എന്ന്. എന്നാ കേണല് ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല, ആർക്ക് വേണമെങ്കിലും കളിക്കാന്നാണ് പറയുന്നത്. അല്ല ഏത് പെണ്ണിനായി ഇപ്പൊ ഷൂട്ട് ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പോൾ സഖിയെ രാജു കാട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നാ സഖി എണീക്കാൻ പോലും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ചോദിക്കാണ്, അല്ല നിനക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ അറിയോ? രാജു ആ പിന്നേന്ന് പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് തന്നെ സഖി പറയാണ്, ഏയ് എനിക്കൊന്നും അറിയില്ല. ഇതിനു മുന്നേ നീ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ സഖി ഇല്ലാന്നും രാജു ആ ഉണ്ടെന്നും പറയാണ്. ഇവരെന്താണ് എന്നെ വന്ന് കളിയാക്കുന്നതാണോ എന്ന് കേണല് വിചാരിക്കുന്നുണ്ട്. എന്നാല് രാജു നന്നായി തന്നെ സോപ്പിട്ടോണ്ട് സഖിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു അനുവാദം കിട്ടുന്നുണ്ട്. അവളും നന്നായി തന്നെ ഉന്നം വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഗ്രാമത്തിലുള്ള ആൾക്കാര് ഷൂട്ട് ചെയ്തതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പൊ സഖി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കേണല് തുടക്കത്തിലൊക്കെ ഒരു പെണ്ണ് ഇപ്പൊ എന്ത് ഷൂട്ട് ചെയ്യാനാണെന്ന് വിചാരിച്ച് ഒരു ഉത്സാഹവും ഇല്ലാതെയാണ് നിന്നിരുന്നത്. എന്നാൽ അവൾക്ക് കൊടുത്ത 10 ബുള്ളറ്റ്സും അവൾ കറക്റ്റ് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തോണ്ട് കേണലിന് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആളുകളെ കേണൽ സെലക്ട് ചെയ്യാണ്. സൂര്യനെ സഖിയെയാണ് ഇപ്പോ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. നാളെ മുതൽ ഇനി നടക്കാൻ പോകുന്ന ആ ഒരു ട്രെയിനിങ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുമെന്നും കേണൽ പറയുന്നുണ്ട്. അത് കേട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. കേണൽ ഇപ്പോ സഖിക്ക് മാത്രമായിട്ട് ഒരു ടാഗ് പാന്റും ടീഷർട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവൾ ഇതിട്ട് വന്നതിന് ശേഷം പാവാട ഇല്ലാത്തതുകൊണ്ട് തുണി ഇല്ലാതെ നിൽക്കുന്ന പോലെ എന്ന് പറഞ്ഞതും എന്നാ ശരി നീ ആ ഒരു പാന്റിന്റെ മുകളിൽ തന്നെ പാവാട ഇട്ടോളാനായിട്ട് കേണലും പറയാണ്. അവളും സന്തോഷത്തോടുകൂടി പാവാട ഇട്ടിട്ടാണ് വരുന്നത്. കേണലിന്റെ താഴെ തറയിലാണ് അവൾ ഇരിക്കുന്നത്. നീ എന്തിനാ തറയിൽ ഇരിക്കുന്നത്? ഇവിടെ കസാരയിൽ വന്ന് ഇരിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല എന്നാണ് അവള് പറയുന്നത്. പിന്നീട് അവൾക്ക് ഒരു ഷൂ കിട്ടുന്നുണ്ട്. ആ ഷൂ ഇട്ട് നടക്കാനായിട്ട് അവള് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേണല് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സഖിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവള് ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നത്. അവളെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാതും രാജു ആയിരുന്നു. അവളെ കൊണ്ടുവന്നിട്ട് രാജു അവൾക്ക് വേണ്ടി ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കും. ആ സമയത്ത് അവൻ നാടകത്തിക്ക് വേണ്ടിയിട്ടുള്ള കഥകളെല്ലാം എഴുതുമായിരുന്നു. പക്ഷെ ഈ കേണൽ ഇവളോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നതൊന്നും രാജുവിന് അത്രക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. സൂര്യ ഇപ്പോ അവനക്ക് കിട്ടിയ ആ ഒരു ട്രെയിനിങ് ഒക്കെ തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. രാത്രി പോകുന്ന ബസ്സിൽ കയറിയിട്ട് മുഖംമൂടിയെല്ലാം ധരിച്ച് ഗൺ കാട്ടി പേടിപ്പിച്ച് അവരുടെ സ്വർണവും ക്യാഷും എല്ലാം അവൻ മോഷ്ടിച്ചു പോകുമായിരുന്നു. പിറ്റേ ദിവസം സൂര്യ പ്രാക്ടീസ് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നതിന് ശേഷം അവൻ മോഷ്ടിച്ച ആ ഒരു സ്വർണത്തിൽ നിന്ന് ഒരു മാല എടുത്തിട്ട് സഖിയുടെ കഴുത്തിലായി
ഇട്ട് കൊടുത്തിട്ട് ഇനിയെങ്കിലും എന്റെ കൂടെ നീ വരോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഇതുകൊണ്ട് തന്നെ നല്ല ദേഷ്യം വരാണ്. അവനെ കുനിച്ചു നിർത്തി അവള് നല്ല ഇടിയിടിക്കുന്നുണ്ട്. ഇത് കണ്ട് കാനൽ അവിടേക്ക് വരുന്നുണ്ട്. കാനൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സൂര്യയും ആ ഒരു മാല ഒളിപ്പിച്ചു വെക്കാണ്. നിനക്ക് ഇവനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പെണ്ണേന്ന് കാനൽ ചോദിക്കുമ്പോ ഹേയ് അതൊന്നും കുഴപ്പമില്ല സാറേ, ഇതൊക്കെ എനിക്ക് പരിചയമായതാ, ഇവനക്ക് വേണ്ടത് ഞാൻ കൊടുത്തോളാന്നാണ് സഖി പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ആ ഒരു ഗ്രാമത്തിൽ ഒരു പഞ്ചായത്ത് കൂടുന്നുണ്ട്. സൂര്യനാണ് ആ ഒരു പഞ്ചായത്ത് കൂട്ടിയിരിക്കുന്നത്. ആക്ച്വലി സഖി ഉണ്ടല്ലോ, അവൾ ഇപ്പോൾ ഉള്ള ആ ഒരു ഗ്രാമത്തിൽ ജനിച്ച കുട്ടിയായിരുന്നില്ല. അവൾ തെലങ്കാനയിൽ നിന്ന് വന്ന് താമസിച്ചേക്കുന്ന ഒരു കുട്ടിയാണ്. വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിലും അവളുടെ ആക്ച്വൽ പ്ലേസ് തെലങ്കാനയാണ്. അങ്ങനെ വേറെ ഗ്രാമത്തിൽ നിന്ന് വന്നവരെ ഒന്നും ഈ ഒരു ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ എടുക്കാനായിട്ട് പാടില്ല. നമ്മളുടെ ഗ്രാമത്തിലുള്ളവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കഷ്ടപ്പെട്ട് ഗ്രാമത്തിന് വികസനം കൊണ്ടുവരാനായിട്ട് കേണൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേറൊരു ഗ്രാമത്തിലത്തെ പെണ്ണിനെ ഈ ഒരു കോമ്പറ്റീഷനിൽ എടുക്കാന്നൊക്കെ സൂര്യ അഭിപ്രായം പറയുന്നുണ്ട്. അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു. എന്നാ അതിനിപ്പോ എന്താ കുഴപ്പം? സഖി വേറെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചതെന്നുണ്ടെങ്കിലും അവള് ജനിച്ച് വളർന്ന സ്ഥലം ഇവിടെ അല്ലേ. അപ്പൊ ഇവള് നമ്മളുടെ കുട്ടിയാണ്, നമ്മളുടെ ഗ്രാമത്തിൽ നിന്ന് പോകുന്നത് പോലെ നമുക്ക് കണക്കാക്കിയാൽ മതി എന്ന് പറയാനായിട്ടും അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ പഞ്ചായത്ത് കൂടിയിരിക്കുന്ന ആ ഒരു വലിയ ആള് എല്ലാവരോടും അഭിപ്രായം ചോദിക്കുന്നുണ്ട്. പക്ഷെ സഖിയോട് മാത്രം ഒന്നും ചോദിച്ചില്ല. അവള് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും എന്താ എന്നോടൊന്നും ചോദിക്കാത്തേന്ന് പറയാണ്. എന്നിട്ട് അവള് പറയാണ് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും ആ സഖി പങ്കെടുത്തോട്ടെ കുഴപ്പമില്ലാന്ന് തന്നെ തീരുമാനിക്കുകയാണ്. ആ ഒരു ദേഷ്യത്തില് സൂര്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കാനൽ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇത്രയും കോൺഫിഡൻസോടുകൂടി സഖി ഇങ്ങനെ പറഞ്ഞത് കാനലിന് വലിയ സന്തോഷമാവുന്നുണ്ട്. അവളെ കുറിച്ച് അഭിമാനം തോന്നുന്നുണ്ട്. ഇപ്പൊ സൂര്യയുടെ അടുത്ത് ചെന്നിട്ട് കാനൽ പറയാണ് നമ്മളുടെ ഗ്രാമത്തില് ഒരു പെണ്ണിനെ ഉയർത്തുന്നതിൽ നമ്മൾ ഒരിക്കലും തടസ്സം നിൽക്കരുത്, അതിന് നീ ആവരുതെന്നൊക്കെ. സൂര്യ ഇപ്പൊ പുതിയ ബൈക്കിലാണ് പോകുന്നത്. ആ ഒരു ബൈക്ക് നീ വാങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോ അല്ല, ഇതെനിക്ക് എന്റെ മുതലാളി വാങ്ങി തന്നതാന്ന് പറഞ്ഞ് സൂര്യ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. രാത്രി സമയത്ത് സൂര്യയാണെന്ന് വെച്ചാൽ വീണ്ടും ആ ഒരു ബസ് കൊള്ളയടിക്കാനായിട്ട് കേണലിന്റെ ആ ഒരു ട്രെയിനിങ് റൂമിലേക്ക് വന്ന് ഗണ്ണെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവൻ കൊള്ളയടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഗണ്ണ് തിരിച്ചു കൊണ്ട് വെക്കാനായിട്ട് വന്നേക്കാണ്. ആ സമയത്ത് കേണൽ അവിടേക്ക് വന്ന് ലൈറ്റ് ഇടുന്നുണ്ട്. അവൻ മുഖം മറച്ചിട്ടുണ്ടെങ്കിലും അത് സൂര്യയാണെന്നുള്ള വിവരം കേണലിന് മനസ്സിലാവുന്നുണ്ട്. നീ എന്നെയാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്തായാലും നീ ഇന്ന് ഇവിടെ കേറുന്ന എനിക്കറിയായിരുന്നു. നിന്റെ മുതലാളിയുടെ അടുത്ത് പോയി ഞാൻ അന്വേഷിച്ചു. അവൻ നിനക്ക് വണ്ടി വാങ്ങി തന്നിട്ടൊന്നുമില്ല. പിന്നെ നിനക്ക് ഈ വണ്ടി വാങ്ങാനുള്ള പൈസ എവിടെ നിന്നാ കിട്ടിയേ? ഓക്കെ സൂര്യ, ഞാൻ നിനക്കൊരു അവസരം തരാം. നീ ഈ ഒരു കട്ട മുതലെല്ലാം, ഈ മോഷ്ടിച്ച മുതലെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ആരോടും പറയില്ല എന്ന് പറയാം. അങ്ങനെ സൂര്യൻ പേടിച്ചോണ്ട് അതിന് സമ്മതിച്ച് പോകുന്നുണ്ട്. പിറ്റേ ദിവസം സഖി പ്രാക്ടീസിന് വന്ന സമയത്ത് കേണൽ അവളോട് ഈ സൂര്യയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. അവൻ ഇനി മുതൽ പ്രാക്ടീസിന് വരുന്നില്ല എന്നും പറയുന്നുണ്ട്. സഖിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു സൂര്യ തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. ഇപ്പൊ ആ ഒരു കേണല് ഒരുപാട് വിഷയങ്ങള് സഖിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇന്നേ വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തരാത്തോണ്ട് സഖിക്ക് ഇപ്പോ കേണലിനോട് ഒരു ചെറിയ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഇത്രയും അടുപ്പായിട്ട് നിൽക്കുന്നത് പാവം നമ്മുടെ രാജുവിന് അത്രക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ രാജു സഖി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്കൊന്നും വരാത്തതുകൊണ്ട് തന്നെ അവള് ഡയറക്റ്റ് ആയിട്ട് അവനോട് പോയി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ വരാത്തതെന്ന്. അവൻക്ക് അവിടെ ഇരുന്നിട്ട് അധികം എഴുതാൻ പറ്റുന്നില്ല, ഏകാഗ്രത വേണം ഇത് എഴുതാനായിട്ടെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോഴും സത്യങ്ങളൊന്നും സഖിയോട് അവൻ തുറന്നു പറയുന്നില്ല. ഇപ്പൊ സഖി എല്ലാ ദിവസവും അവന്റെ നാടകം കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ട്രെയിനിങ്ങിന് വന്നത് മുതൽ അവൾ രാജുവിനെ ശരിക്കും മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നാടകം കാണാനൊന്നും അവൾ അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. അതില് രാജുവിന് നല്ല വിഷമം തോന്നുന്നുണ്ട്. ഒരു ദിവസം കാനൽ ഒളിച്ചു വെച്ച് കാൽവേദനയുടെ മരുന്ന് കഴിക്കുന്നത് സഖി കാണുന്നുണ്ട്. അവനക്ക് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. ഈ സമയത്ത് രാജുവിനെ കാണാൻ വരാന്ന് അവള് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജു ആ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് സൂര്യ അവിടേക്ക് വന്നിട്ട് അവനെ ഒന്ന് കയറ്റി വിടുന്നുണ്ട്. എന്താ വിചാരിച്ച കേണൽ എന്നെ വെറുതെ പുറത്താക്കിയെന്നാണ്? ഒരു കാര്യം കാണാണ്ട് കേണൽ ഇങ്ങനെ ചെയ്യോ? സഖിയെ ഒറ്റക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ഇപ്പൊ സഖി അയാളും ഒന്നിച്ചല്ല അവിടെ ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അവനെ ഒന്നും കൂടി മൂച്ചയേറ്റുന്നുണ്ട്. സഖിയാണെന്ന് വെച്ചാൽ ഇപ്പൊ കേണലിന് കാലുവേദനയാണെന്ന് പറഞ്ഞോണ്ട് തന്നെ ഓയിലിട്ട് തടവിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി രാജു അവിടേക്ക് വരുന്നുണ്ട്. ഈ ഒരു സീൻ കണ്ട് രാജുവിന് ഹൃദയം തകർന്നു പോകുന്നുണ്ട്. അവൻ വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോകാണ്. ഇപ്പോഴാണ് രാജു അവിടെ കാത്തിരിക്കുന്ന കാര്യം സഖിക്ക് ഓർമ്മ വരുന്നത്. അത് ഓർത്ത് അവള് വേഗം തന്നെ അവിടെ നിന്ന് ഓടി രാജുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ രാജു ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അവൻ ഇതിനോടകം വേറെ എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി നിന്നിരുന്നു. എന്താന്ന് വെച്ചാല് പിറ്റേ ദിവസം ഹൈദരാബാദിലേക്ക് ഇവൾക്ക് കോമ്പറ്റീഷന്, ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷന് പോകണമായിരുന്നു. അതിന് രാജു വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സീൻ അവൻ കണ്ടതുകൊണ്ട് തന്നെ ഇനി പോകുന്നില്ല എന്ന് അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം വേറെ വഴിയൊന്നും ഇല്ലാതെ ഈ കേണലിന്റെ കൂടെ ഒറ്റക്ക് ഹൈദരാബാദിലേക്ക് ഡിസ്ട്രിക്ട് ലെവൽ ഷൂട്ടിംഗ് കോമ്പറ്റീഷന് സഖി പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് രാജു കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലം കാണിക്കുന്നുണ്ട്. അവിടെ പോയി നോക്കുമ്പോ എല്ലാവരും വലിയ വലിയ ആൾക്കാരായിരുന്നു. കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാര്. അതിനിടയിൽ സഖി മാത്രം ഒന്നും അറിയാത്ത ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി.
പെൺകുട്ടി. അവൾക്ക് അതിനുള്ളിലേക്ക് കയറാൻ പോലും വല്ലാതെ പേടിയാകുന്നുണ്ട്. അപ്പോഴാണ് 4 വർഷമായിട്ട് എപ്പോഴും ചാമ്പ്യൻ ആവാറുള്ള പ്രിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നത്. അവൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആൻഡ് ഗെറ്റപ്പിലായിരുന്നു വന്നത്. ഈ ഒരു പെണ്ണിനെയൊക്കെ എങ്ങനെ തോൽപ്പിക്കാനാണെന്ന് സഖി വിചാരിക്കുന്നുണ്ട്. പേടിച്ചു പോയ സഖി എനിക്ക് മത്സരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് കേണലിനോട് പറയാണ്. ആ സമയത്ത് കേണൽ പറയാണ്, നീ ഇങ്ങോട്ട് നോക്ക്, ഇപ്പോ പെൺകുട്ടികളൊക്കെ മുന്നോട്ട് വരാനായിട്ട് ഒരുപാട് പേടിക്കുന്നുണ്ട്. അതും ഗ്രാമത്തിലുള്ള പെൺകുട്ടികൾ. ഗ്രാമത്തിലുള്ള പെണ്ണുങ്ങളെ എല്ലാവരും ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കണം എന്നുള്ള ഒരു നിയമം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നശിപ്പിക്കാൻ നിനക്ക് മാത്രമേ ഇനി കഴിയുള്ളൂ. നിന്റെ വിജയത്തിനെ അത് മാറ്റി എഴുതാനായിട്ട് പറ്റൂ. സോ ധൈര്യത്തോടെ പോയി എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടി നീ കളിക്ക്. നിന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് എല്ലാ പെണ്ണുങ്ങളും ഈ ഒരു കോമ്പറ്റീഷന് വരണം. ഈ ഒരു കോൺഫിഡൻസിൽ അവൾ കോമ്പറ്റീഷന് പോകാമെന്ന് കരുതുന്നുണ്ട്. പക്ഷെ പോകുന്നതിന് മുമ്പ് ഹീറോ പണ്ട് അവൾക്ക് കൊടുത്ത ആ ഒരു ഗോളി ഉണ്ടല്ലോ, അവളുടെ ലക്കി ഗോളി, അതെടുത്ത് അവള് പോക്കറ്റിൽ ഇടുന്നുണ്ട്. കേണൽ കാണുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ലക്കി ഗോളിയാണെന്ന് പറയാണ്. പക്ഷെ ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഇടയിൽ പ്രാക്ടീസ് എടുക്കുമ്പോൾ ഈ കേണൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവേ ഇല്ല, നമ്മളുടെ തലവര മാറ്റുന്നത് നമ്മ തന്നെയാണ് എന്നൊക്കെ. അതുകൊണ്ട് ആ ഒരു ഗോളി അവളുടെ കയ്യിൽ കേണൽ കൊടുക്കുന്നില്ല, അത് മാറ്റി വെക്കാണ്. ഈ ഒരു ലക്ക് ഇല്ലാതെ തന്നെ നീ വിജയിക്കുമെന്ന് കേണൽ പറയാണ്. സഖി ആ ഒരു ഗോളി ഇല്ലാതെ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ മത്സരവും കഴിഞ്ഞ് നോട്ടീസ് ബോർഡില് വിന്നേഴ്സിനെ എഴുതി വെച്ചത് നോക്കുമ്പോ അവളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതും ആ ഒരു പ്രിയയെ പോലും അവള് കിടത്തി വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു പ്രിയ തന്നെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് 2 മാസത്തില് ട്രെയിനിങ് എടുത്തിട്ട് നീ ഇത്രയും നന്നായി ഷൂട്ട് ചെയ്തത് അത്ഭുതമാണെന്ന് പറയാണ്. ഫൈനലി വെച്ച് നമുക്ക് ഒന്നിച്ച് കാണാമെന്നും പറഞ്ഞ് അവള് പോകുന്നുണ്ട്. ശരി, എന്തായാലും ഇത്രയും ദൂരം വന്നതല്ല, മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് സഖിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കേണൽ വിചാരിക്കാണ്. അവളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്, മാളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, നല്ല സാരി, ചെരുപ്പ് ഒക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ശേഷം എല്ലാം കഴിഞ്ഞ് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് അന്ന് അവര് താമസിച്ചത്. അവള് വേറെ റൂം, കേണൽ വേറെ റൂം. അന്ന് ഡിന്നർ കഴിക്കുന്ന സമയത്ത് സഖി സാരി കൊടുത്തിട്ടാണ് കേണലിന്റെ അടുത്തേക്ക് വരുന്നത്. അവൾക്ക് കേണലിനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് മാറിയതുപോലെ അവളുടെ ആ ഒരു സ്നേഹം വേറൊരു സ്നേഹമായിട്ടാണ് ഇവളപ്പോ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേണലിന് ഇത് ചെറുതായിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവള് സാരി എടുത്ത് വന്ന് ഭയങ്കര നാണത്തോടു കൂടിയാണ് കേണലിനെ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങള് ആ ഒരു കേണൽ അവൾക്ക് ചെയ്തു കൊടുത്തോണ്ട് തന്നെ അവന്റെ മേലിലുള്ള ആ ഒരു അട്രാക്ഷൻ ഇപ്പോ ലവ് ആയി മാറിയിരിക്കുകയാണ്. ശക്തിയാണെങ്കിൽ ഇപ്പോ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ, എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുകയാണ്. അവനും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ സഖി നല്ല സന്തോഷാവുന്നുണ്ട്. അവള് പിന്നെയും പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കണ്ട അവന് ഇനി മിണ്ടാതിരുന്ന് കഴിക്കി, ഇനി ഒന്നും ചോദിക്കണ്ടെന്ന് പറയാണ്. രാജു ഇപ്പൊ നാടകത്തില് അഭിനയിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ കൂടെ അഭിനയിക്കുന്ന 2 പേരെ കണ്ടിട്ട് അവനിക്ക് ആ ഒരു കേണലും സഖിയാണെന്നുള്ള തോന്നൽ വരാണ്. അവരോടുള്ള ആ ഒരു ദേഷ്യം ആ 2 പേരോടും തീർത്തിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പൊ ഡിസ്ട്രിക്ട് ലെവലില് ഫസ്റ്റ് വാങ്ങിയിട്ട് സഖി നേരെ വരുന്നത് രാജുവിനെ കാണാനായിട്ടായിരുന്നു. അവൾക്ക് ഗ്രാമത്തിൽ വെച്ച് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്വീകരണത്തിന് രാജുവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഇപ്പൊ അവള് വന്നിരിക്കുന്നത്. അവൻ ആദ്യം ഇല്ല, പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിലും അവള് നിർബന്ധിച്ചോണ്ട് തന്നെ കേണലിന്റെ ആ ഒരു വണ്ടി തന്നെ അവര് 3 പേരും കൂടി സ്വീകരണത്തിന് പോകുന്നുണ്ട്. ആദ്യമൊക്കെ സഖിയുടെ ഓരോ വിജയത്തിലും സന്തോഷിച്ചിരുന്ന അവന്റെ മുഖത്ത് ഇപ്പോ ചെറിയ സങ്കടമൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരു ദിവസം കേണലിന്റെ വീട്ടിലേക്ക് ഒരു ഡോക്ടർ പെണ്ണ് വരുന്നുണ്ട്. ഇതാ ഒരു കേണലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും സഖിയോട് പറയാണ്. പക്ഷെ ഇവര് 2 പേരും ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നതെല്ലാം കണ്ട സഖിക്ക് ഭയങ്കര കുശുമ്പ് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ ഡോക്ടർ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാല് നാഷണൽ ലെവലില് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മെന്റൽ സ്റ്റേറ്റ് ഓക്കെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. സഖിയുടെ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് ഓക്കെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു ഡോക്ടർ വന്നിരിക്കുന്നത്. ഈ ഡോക്ടർ വന്നിട്ട് കുറച്ച് ഡയഗ്രാം എല്ലാം സഖിക്ക് കാട്ടിക്കൊടുത്തിട്ട് അവളോട് അത് കാണുമ്പോ തന്നെ എന്താണ് തോന്നുന്നതെന്ന് ചോദിക്കുകയാണ്. അവളാന്ന് വെച്ചാൽ അവളുടെ മനസ്സിൽ തോന്നിയതൊക്കെ ഇങ്ങനെ പറയാണ്. നീ എത്ര ശ്രമിച്ചാലും അവനെ ഞാൻ നിനക്ക് വിട്ടുതരൂല, നിനക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല, അങ്ങനെയൊക്കെ. കേണലിന് ഇവളുടെ വർത്താനവും പൊസസീവ്നെസ് ഒക്കെ കണ്ടിട്ട് നല്ല ഡൗട്ട് തോന്നുന്നുണ്ട്. തന്നെ ആ ഒരു കുട്ടി പ്രണയിക്കുകയാണെന്ന് കേണലിന് മനസ്സിലാവാണ്. ഒറ്റയ്ക്കിരിക്കുന്ന സഖിയുടെ അടുത്തേക്ക് പോയിട്ട് കേണൽ അവളെ ഉപദേശിക്കുകയാണ്. നിനക്കിപ്പോ 25 വയസ്സാണ്, എനിക്ക് 50 വയസ്സ്, നിനക്ക് എന്നോട് പ്രണയം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നീ കാണാത്ത കുറെ കാര്യങ്ങൾ ഞാൻ കാട്ടിത്തന്നു, നീ പോകാത്ത കുറെ സ്ഥലങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോയി. ആ ഒരു ഇഷ്ടമാണ് നിന്റെ മനസ്സിലുള്ളത്, അത് ഒരിക്കലും ഒരു പ്രണയമല്ല, അത് റെസ്പെക്റ്റ് ആണ്, ബഹുമാനാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സഖിയാണെന്ന് വെച്ചാൽ കുറെ നാളായിട്ട് രാജുവിന്റെ ആ നാടകം ഒന്നും കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അവനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഒന്നും സഖിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അവര് തമ്മിൽ അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ രാജുവിന് വലിയ വിഷമം തോന്നുന്നു. സഖി ട്രെയിനിങ് എടുക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് നീ എന്താണ് ഇപ്പൊ നാടകം കാണാൻ വരാത്തേന്നൊക്കെ ചോദിച്ച് അവര് തമ്മിൽ ചെറിയൊരു വഴക്കാവുന്നുണ്ട്. സഖി അവിടെ നിന്ന് ചെറിയ ദേഷ്യത്തോടുകൂടി ഇറങ്ങി പോകുന്നുണ്ട്. അന്ന് രാത്രി നാടകം നടക്കുന്ന സമയത്ത് രാജുവിനോട് അവിടെ ഉള്ള ഒരാൾ പറയാണ് ഈ നാടകം കാണാനായിട്ട് ഒരു ഡയറക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഏതോ ഒരാൾ ഈ ഡയറക്ടർ
ഡയറക്ടറെ വിളിച്ചിട്ട് ഈ നാടകത്തിലെ മെയിൻ റോൾ ചെയ്യുന്ന ആള് നന്നായാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടും നാടകം കാണാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പൊ ഡയറക്ടർ വന്നിരിക്കുന്നത്. അത് രാജുവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവൻ ഈ ഒരു നാടകം നന്നായി കളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ സിനിമയിൽ എടുക്കും. ആ ഒരു ആഗ്രഹത്തോടുകൂടി നന്നായി തന്നെ നാടകം കളിക്കണമെന്ന് വിചാരിച്ച രാജു സ്റ്റേജിൽ കയറാൻ ആ സമയത്ത് ഓഡിയൻസിന്റെ അടുത്ത് സഖിയും കേനലും ഒന്നിച്ചിരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അതോടുകൂടി അവന്റെ കോൺസെൻട്രേഷൻ പോവാണ്. അവൻ നാടകം പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് പോകുന്നുണ്ട്. സഖി ആ സമയത്തേക്ക് വന്നിട്ട് അവനോട് എന്താണ് പറ്റിയതെന്നെല്ലാം ചോദിക്കുകയാണ്. അവൻ കരഞ്ഞുകൊണ്ട് സഖിയോട് പറയാണ്, നീ എന്റെ ജീവിതത്തിൽ വന്നേ പിന്നെ ഞാൻ ആകെ തളർന്നു പോവാ, അല്ലെങ്കിൽ ഞാൻ എത്ര ഉയരത്തിൽ എത്തേണ്ട ആളാണെന്ന് അറിയോ. ഇപ്പൊ എനിക്ക് ശരിക്കും നാടകം പോലും ഒന്ന് കളിക്കാനായിട്ട് പറ്റുന്നില്ല. നാട്ടുകാർ പറയുന്ന ഒക്കെ ശരിയാണ്, നീ ബാഡ് ലക്ക് സഖി തന്നെയാണെന്ന് പറയാണ്. ഇത്രയും നാളും നാട്ടുകാരെല്ലാവരും ഇത് പറഞ്ഞിട്ട് അവൾക്ക് വലിയ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് വിചാരിച്ച അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രാജു തന്നെ ഇത് പറഞ്ഞപ്പോ അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അവൻ കൊടുത്ത ഒരു ഗോളി അവനക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ സഖി പോയ ആ ഒരു വിഷമത്തിൽ അന്ന് രാത്രി മുഴുവനായിട്ട് സൂര്യയുടെ കൂടെ രാജു പോയി കുടിക്കുന്നല്ലാണ്ട് നാഷണൽ കോമ്പറ്റീഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് സഖിയും കേണലും കൂടി പോകുന്നുണ്ട്. സഖി ഈ സമയം ഭയങ്കര ശോകത്തിലായിരുന്നു. ആ ഒരു ദിവസം തന്നെ രാജുവിന് ഒരു നാടകം ഉണ്ടായിരുന്നു. അവൻ ആ ഒരു നാടകത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് കിരീടവും മീശയെല്ലാം ഫെവിക്കോൾ വെച്ചിട്ട് അറിയാതെ ഒട്ടിക്കുകയാണ്. ആ സമയത്ത് തലേ ദിവസം ആ നാടകം കാണാൻ വന്നിട്ടുള്ള ഡയറക്ടർ ഉണ്ടായിരുന്നല്ലോ, അയാൾ അവിടേക്ക് വരുന്നുണ്ട്. രാജു അഭിനയിച്ച ആ കുറഞ്ഞ സമയത്ത് തന്നെ അവനക്ക് നന്നായി അഭിനയിക്കാൻ പറ്റുന്ന ഡയറക്ടർക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് അവനെ സിനിമയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡയറക്ടർ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ആരാണ് രാജുവിനെ പറ്റി പറഞ്ഞതെന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ ഫ്രണ്ട് ആയിരുന്നു കേണല്. കേണല് വിളിച്ചിട്ടാണ് ഇങ്ങനെ ഒരാൾ ഞങ്ങൾ ഗ്രാമത്തിൽ നന്നായി അഭിനയിക്കുമെന്ന് കേണൽ ആ പ്രൊഡ്യൂസറോട് പറഞ്ഞത്. സഖി പറഞ്ഞിട്ടാണ് കേണൽ ഇതെല്ലാം പറഞ്ഞത്. ഈ സമയത്ത് തലേ ദിവസം അവൾ ഒരുപാട് ചീത്ത പറഞ്ഞത് ആലോചിച്ച് രാജുവിന് സങ്കടം തോന്നുന്നുണ്ട്. അവൻ പോയിട്ടില്ല എന്ന് വെച്ചാല് സഖി എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനിൽ തോറ്റുപോകുമെന്ന് അവനക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അവളുടെ ലക്കി ഗോളി അവൾക്ക് തിരിച്ചു കൊടുക്കാനായി നാഷണൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് അവൻ പോകാമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ ആ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചുകൊണ്ട് തന്നെ അവന്റെ കിരീടവും മീശയും ഒന്നും അവൻ കൂരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സൂര്യയുടെ അടുത്ത് പോയി അവന്റെ ആ ഒരു ഗോളിയും വാങ്ങി അവര് രണ്ടുപേരും വണ്ടിയിൽ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ സഖിയും ഫസ്റ്റ് റൗണ്ടിൽ മത്സരിക്കുകയാണ്. അവളെ കൊണ്ട് മത്സരത്തിൽ ശരിയായി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ഷൂട്ടിങ്സ് അവൾ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് അവൾ വിഷമിച്ച് ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് കേണൽ അവിടേക്ക് വന്ന് അവളെ സമാധാനിപ്പിക്കാൻ അവളുടെ കയ്യിൽ ഒന്നോടാണ്. ഇവളാന്ന് വെച്ചാൽ ഇത് വീണ്ടും പ്രണയാണെന്ന് കരുതി കേണലിന്റെ കയ്യിലും പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് ദേഷ്യം വന്ന കേണലും, എന്താ കുട്ടി നിനക്ക് പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്ത, ഇത് ഒരിക്കലും പ്രണയല്ല, നിനക്ക് എന്നോടുള്ള ബഹുമാനം മാത്രമാണ്, നീ ഇത് തന്നെ തലയിൽ വെച്ചിട്ട് നിന്റെ ഭാവി കൊണ്ടുപോയി തൊലക്കല്ലേന്നെല്ലാം പറയാണ്. എന്നാൽ അവൾ ഇതിൽ ദേഷ്യപ്പെട്ടോണ്ട് എനിക്ക് മത്സരിക്കാൻ സൗകര്യമില്ല, എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയാണ്. എന്നാൽ ഇത്രയും ദൂരം ഞാൻ നിന്നെ കൊണ്ടുവന്നത് മത്സരിക്കാണ്ടിരിക്കാനല്ല, മര്യാദക്ക് പോയിട്ട് മത്സരിക്ക്, എങ്ങനെ മത്സരിച്ചാലും കുഴപ്പമില്ല, നീ മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞോണ്ട് തന്നെ കേണലിനോട് അവള് എനിക്ക് നിങ്ങളെ വെറുപ്പാണെന്നും പറഞ്ഞ് മത്സരിക്കാനായിട്ട് പോകുന്നുണ്ട്. കേണലിനും അത് തന്നെയായിരുന്നു വേണ്ടത്. ഇപ്പൊ കേണലിനോടുള്ള ആ ഒരു ദേഷ്യത്തില് സഖി മര്യാദക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവിടെ ഇവിടെ നോക്കി ഷൂട്ട് ചെയ്യാണ്. അത് എവിടെയൊക്കെയാണ് പോയി അടിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ എല്ലാവരും സഖി ഇപ്പൊ തോക്കുന്നു ഉറപ്പിച്ചിരിക്കുകയാണ്. കേണലിനും ആകെ സങ്കടാവുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടത് ഇതിനായിരുന്നു എന്ന് അവനും ചിന്തിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് രാജു എത്തുന്നത്. രാജു അവിടെയുള്ള ആൾക്കാരോട് അനുവാദം ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ കൊണ്ടുപോയി ഗോളി കൊടുക്കുന്നുണ്ട്. നീ എനിക്ക് വേണ്ടി മത്സരിക്കേണ്ട, നമ്മുടെ നാടിന് വേണ്ടി മത്സരിക്കേണ്ട, കേണലിന് വേണ്ടി മത്സരിക്കേണ്ട, നീ നിനക്ക് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്, താഴ്ത്തി കെട്ടിയവർക്ക് വേണ്ടിയാണ് മത്സരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവൻ നന്നായി മോട്ടിവേറ്റ് ചെയ്യാണ്. ആ ഒരു മോട്ടിവേഷനിൽ വീണ സഖിയാണെന്ന് വെച്ചാല് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പിന്നീട് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ അവൾക്ക് തന്നെ കൂടുതൽ പോയിന്റ് കിട്ടി. അവൾ ആ ഒരു മത്സരത്തിൽ വിജയിക്കുകയാണ്. ഇപ്പൊ കേണലും രാജു അവിടെ നിൽക്കുന്ന സമയത്ത് ഇവള് ചെന്നിട്ട് ഇനിയെങ്കിലും എന്നെ കല്യാണം കഴിച്ചുകൂടെയും ചോദിക്കുകയാണ്. ഇത് കേട്ട് കേണലിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞേക്കുന്നത് ഇത് പ്രണയല്ലാന്ന് പറഞ്ഞ് അവൻ തുടങ്ങുമ്പോഴേക്കും സഖി പറയാണ്, ഹലോ സാർ, നിങ്ങളോടല്ല, നിങ്ങളുടെ ബാക്കിൽ നിൽക്കുന്നവനില്ലേ അവനോടാ ഞാൻ ചോദിച്ചേന്ന് പറയാണ്. ഈ സമയം അവൻ അവിടെ മാറി നിൽക്കായിരുന്നു. അവനും വിചാരിച്ചത് ഇവള് കേണലിനോടാണ് ചോദിക്കുന്നതെന്നാണ്. അപ്പൊ കേണലിനെ നീ സ്നേഹിച്ചിട്ടില്ലായിരുന്നു എന്ന് സഖിയോട് രാജു ചോദിക്കുമ്പോ, എനിക്ക് ആളെ ഇഷ്ടമായിരുന്നു, പക്ഷെ അത് ബഹുമാനാണ്, ബഹുമാനും പ്രണയം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ല കേണലെ അവളും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവര് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പിരിയാണ്. അങ്ങനെ രാജുവിന്റെയും സഖിയുടെയും കല്യാണ ദിവസം വരാണ്. ഇവള് ബാഡ് ലക്ക് സഖി തന്നെയായിരുന്നല്ലോ. കുതിരപ്പുറത്ത് ചെക്കൻ വരുന്നുണ്ട്, അവിടെ പടക്കം പൊട്ടുന്നുണ്ട്, ചെക്കന്റെ കുതിര വരണ്ട് ഓടുന്നുണ്ട്. അങ്ങനെ ആ ഒരു കല്യാണം മുടങ്ങിയെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോ നിന്ന് രാജു ഇറങ്ങി വരാണ്. ആക്ച്വലി ആ വന്ന ചെക്കൻ രാജു അല്ലായിരുന്നു. സഖിയുടെ ബാഡ് ലക്ക് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു ബാഡ് ലക്കും ഇല്ലാതെ സഖിയുടെ വിവാഹം അവിടെ കഴിയാണ്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ് അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നുണ്ട്. ആ കുട്ടിക്ക് ആ ചെറുപ്രായത്തിൽ തന്നെ തോക്കിനോടായിരുന്നു കമ്പം. ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടു? എനിക്കൊരു ആവറേജ് ആയിട്ടാ തോന്നിയത്. എനിക്കെന്തോ അത്രക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്